ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പോളിടെക്നിക് മാത്സിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള കാര്യം മോഡുലസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമേ എന്താണ് കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊന്ന് എന്ത് ചെയ്യാം നോക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ പറയാം. എന്താണ് ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. എന്താണ് ഇസഡ് ഈക്വൽ ടു എന്താണ് എ പ്ലസ് ഐ ബി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ്. ഇങ്ങനെയാണ് കേട്ടോ അതിനെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ് മോഡ് ഇസഡ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ എന്താ റൂട്ട് ഓഫ് ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ് എ അല്ലേ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ഇമാജിനറി പാർട്ട് ആരാണ് ബി അല്ലേ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ മോഡുലസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 - 4i എന്ന് പറയുന്ന നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പർ എന്താണ് ഇസഡ് ഈക്വൽ ടു എന്താണ് 3 - 4i. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡ് ഇസഡ് എന്തായിരിക്കും റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ 9. 3 × 3 9 പ്ലസ് -4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ് സെയിം ആണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ 4 × 4. 4 × 4 എത്രയാണ് 16. നെക്സ്റ്റ് വൺ റൂട്ട് 9 + 16 എത്രയാണ് ആൻസർ 25. റൂട്ട് 25ൻ്റെ ആൻസർ എത്രയാണ് 5 അല്ലേ. 5 × 5 25 ആയത് കാരണം റൂട്ട് 25ൻ്റെ വാല്യൂ എത്രയാണ് 5 എന്നുള്ള ആൻസർ കിട്ടുക. ക്ലിയർ. നെക്സ്റ്റ് വൺ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോബ്ലം 1 ഉണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ എന്ത് ചെയ്യണം പഠിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഐയുടെ പവറാണ്. പവർ ഓഫ് ഐയെ കുറിച്ചാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പവർ ഓഫ് ഐയുടെ പവറിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് I raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ ഐ തന്നെയാണ് അല്ലേ, മാറ്റൊന്നുമില്ല. I raised to 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ് ഐ തന്നെയാണ്. ഐ സ്ക്വയർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്ടാ -1. എന്താണ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്ടാ -1. നെക്സ്റ്റ് വൺ I raised to 3 എന്ന് പറഞ്ഞാൽ എന്താണ് ഐ സ്ക്വയർ × ഐ അല്ലേ. ഐ സ്ക്വയർ × ഐ ആണ് ആരെന്ന് പറഞ്ഞാൽ I raised to 3. അപ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ് ഓൾറെഡി ഐ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം -1 ആണെന്ന്. അപ്പോൾ -1 × ഐ എന്ന് പറഞ്ഞാൽ അതാരാണ് -i ആണ്. എന്താണ് ആൻസർ -i. നെക്സ്റ്റ് വൺ വേണ്ടത് I raised to 4. I raised to 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ ഐ സ്ക്വയർ × ഐ സ്ക്വയർ. അപ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ് -1. വീണ്ടും ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1. -1 × -1 ആൻസർ എന്താണ്ടാ 1 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ I raised to 4ൻ്റെ വാല്യൂ എത്രയാണ്ടാ 1. അപ്പോൾ ഇത് ഇത്രയും വെച്ചുകൊണ്ട് നമുക്കൊരു ജനറൽ റൂൾ എഴുതണം. ആ ജനറൽ റൂളിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഐയുടെ പവർ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് നമ്മൾ എന്താണ് I raised to 4k എന്ന് പറയാം. ഐയുടെ പവർ എന്താണ്ടാ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കിവിടെ ഇവിടെ I raised to 4ൻ്റെ വാല്യൂ എത്രയാണ് 1 അല്ലേ ആൻസർ. സോ ആൻസർ എന്താണ് 1. I raised to 4k ഐയുടെ പവർ എന്താണ് ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. നെക്സ്റ്റ് വൺ ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കൂടുതലാണെങ്കിൽ ആൻസർ എന്തായിരിക്കും ഇവിടെ ഇതായിരിക്കും ആൻസർ I raised to 1. ആൻസർ ഐ അല്ലേ. സോ ആൻസർ എന്തായിരിക്കും ഐ ആയിരിക്കും. എന്തായിരിക്കും ആൻസർ ഐ ആയിരിക്കും അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതലാണെങ്കിൽ ഐ സ്ക്വയറിൻ്റെ ആൻസർ എത്രയുണ്ടാ -1 അല്ലേ. അതിൻ്റെ ആൻസർ എത്രയായിരിക്കും -1 ആയിരിക്കും. ഇനി ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 3 കൂടുതലാണെങ്കിൽ ആൻസർ എന്തായിരിക്കും I raised to 3യുടെ വാല്യൂ എത്രയാണ് -i. ആൻസർ എന്തായിരിക്കും -i ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. I raised to 24 എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. I raised to 24. അങ്ങനെയാണെങ്കിൽ ഈ 24 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേ. 24 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ആണ്. ഉറപ്പായിട്ടും എന്താണ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഉറപ്പായിട്ടും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല. കണ്ണും പൂട്ടി നമുക്ക് എഴുതാം. ആൻസർ എന്താണ് 1 ആണ്. എന്നാൽ I raised to 33 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ I raised to 33. ഈ 33 എന്തായാലും ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 33ക്ക് അകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്
32 ആണ്. അപ്പോൾ ഐ റൈസ് ടു 4ൻ്റെ മൾട്ടിപ്പിൾ 32 എന്ന് പറയുന്നത് 32 നമുക്ക് വേണമെങ്കിൽ ആ രീതി തന്നെ എഴുതാം. എന്താണ് ഐ റൈസ് ടു 32 പ്ലസ് 1 എന്നെഴുതി കൂടെ. അതായത് ഐ റൈസ് ടു 4k പ്ലസ് 1 മോഡലാണ് ഇതല്ലേ. എന്താണ് 32 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതിനേക്കാൾ ഒന്നും കൂടുതലാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐ റൈസ് ടു 4k പ്ലസ് 1 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഐ ആയിരിക്കും. ആൻസർ എന്തായിരിക്കും ഇവിടെ? ഐ ആയിരിക്കും. നെക്സ്റ്റ് വൺ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐ റൈസ് ടു 50 ഐ റൈസ് ടു 50 ചോദിക്കുകയാണ്. ഐ റൈസ് ടു 50 ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഐ റൈസ് ടു 48 അല്ലേ. 50-നകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്? 48 അല്ലേ. 48 പ്ലസ് 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് സ്ട്രക്ചറാണ്? ഐ റൈസ് ടു 4k പ്ലസ് 2 ആണ്. ഐ റൈസ് ടു 4k പ്ലസ് 2 എന്നാൽ ആൻസർ എന്താണ്ടാ? -1. അപ്പോൾ ഐ റൈസ് ടു 50യുടെ ആൻസർ എത്രയാണ്? -1 ആണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതാണ് പവർ ഓഫ് ഐ. ഐയുടെ പവർ എന്ത് വന്നാലും നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് എഴുതാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഐ റൈസ് ടു 100 എന്തായിരിക്കും? ഐ റൈസ് ടു 100 എന്നുള്ളത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. ലാസ്റ്റ് 2 0 വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും എന്താണ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഐ റൈസ് ടു 4k ആണ് അല്ലേ. ഐ റൈസ് ടു 4k ആണെങ്കിൽ ആൻസർ എന്താണ്? 1 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ലെവൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്ട? ഐ റൈസ് ടു 86. ഐ റൈസ് ടു എന്താണ്ട? 86. അപ്പോൾ 86-നകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ 86 എന്തായാലും ആരുടെ മൾട്ടിപ്പിൾ ആണ്? 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 86 എന്തായാലും ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 86-നകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഐ റൈസ് ടു 84 ആണ്. അപ്പോൾ 84 പ്ലസ് 2 ആണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 86 അല്ലേ. അപ്പോൾ എന്ത് സ്ട്രക്ചറാണത്? ഐ റൈസ് ടു 4k പ്ലസ് 2. ഐ റൈസ് ടു 4k പ്ലസ് 2ൻ്റെ ആൻസർ എത്രയാണ്ടാ? ഐ റൈസ് ടു 4k പ്ലസ് 2ൻ്റെ ആൻസർ എന്താണ്? -1 ആണ്. സോ ആൻസർ ഐ റൈസ് ടു 86ൻ്റെ ആൻസർ എന്താണ്ടാ? -1 ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? ഐ റൈസ് ടു 9 പ്ലസ് ഐ റൈസ് ടു 19. വളരെ എളുപ്പമാണ്. ഐ റൈസ് ടു 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ റൈസ് ടു 8 പ്ലസ് 1 അല്ലേ. 9-നകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്? അത് 8 ആണ്. അപ്പോൾ ഐ റൈസ് ടു 8 പ്ലസ് 1 പ്ലസ് ഐ റൈസ് ടു 19 ആണെങ്കിലോ ഐ റൈസ് ടു പറഞ്ഞോ 19-നകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്? 16 ആണ്. അപ്പോൾ 16 പ്ലസ് 3 ആണ് ആര്? 19 എന്ന് പറയുന്ന ആൻസർ അല്ലേ. അപ്പോഴാ ഐ റൈസ് ടു 8 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? എന്ത് മോഡലാണ്? ഐ റൈസ് ടു 4k പ്ലസ് 1 സ്ട്രക്ചറാണ്. ഐ റൈസ് ടു 16 പ്ലസ് 3 എന്ന് പറയുന്നത് ഐ റൈസ് ടു 4k പ്ലസ് 3 മോഡലാണ് അല്ലേ. അപ്പോൾ ഐ റൈസ് ടു 4k പ്ലസ് 1 ആണെങ്കിൽ ആൻസർ എന്താണ്? ഐ പ്ലസ് ഐ റൈസ് ടു 4k പ്ലസ് 3 എന്താണ് ആൻസർ? -i. അപ്പോൾ ഐ പ്ലസ് -i രണ്ടും കൂടെ എന്തായി പോവും? ക്യാൻസലായി പോവും. ഫൈനൽ ആൻസർ നമുക്ക് 0 എന്ന് കിട്ടും. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്നത് എന്താണ്ടാ? ഏത് ചാപ്റ്ററാണ്? കോംപ്ലക്സ് നമ്പറാണ്. കിട്ടുന്ന ആൻസർ എന്തായാലും നമ്മൾ എന്ത് സ്ട്രക്ചറിൽ എഴുതണം? കോംപ്ലക്സ് നമ്പറിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറിൽ തന്നെ എഴുതണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്ടാ? 0 പ്ലസ് 0i. അതായത് ഒരു 0 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോംപ്ലക്സ് നമ്പറാക്കി എഴുതുക. 0 നമ്മൾ എങ്ങനെ എഴുതും? 0 പ്ലസ് 0i എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എന്താണ്ടാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 0 ആണ്. അതായത് 0 പ്ലസ് 0i. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ റൈസ് ടു -35 അല്ലേ. അപ്പോൾ ഐ റൈസ് ടു -35 പറയുന്നതിന് മുമ്പ് എ റൈസ് ടു -m ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1/a റൈസ് ടു m ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്താണ് മറന്നു പോകല്ലേ. എ റൈസ് ടു -m ആണെങ്കിൽ ആൻസർ എന്താണ്? 1/a റൈസ് ടു m ആണ്. എപ്പോഴും ഓർമ്മ വേണം. അങ്ങനെയാണെങ്കിൽ ഐ റൈസ് ടു -35 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/i റൈസ് ടു 35. അപ്പോൾ ഇനി നമുക്ക് ഐ റൈസ് 35ൽ 35-നകത്ത് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആരാണ്ടാ? അത് 32 ആണല്ലേ. അപ്പോൾ 32 പ്ലസ് 3 ആണ് ആര്? 35. അപ്പോൾ എന്ത് സ്ട്രക്ചറായി? 1/i റൈസ് ടു നിങ്ങൾ തന്നെ പറഞ്ഞു 32 പ്ലസ് 3 എന്ത് സ്ട്രക്ചറാണ്? ഐ റൈസ് ടു 4k പ്ലസ് 3 ഈ ഒരു സ്ട്രക്ചർ അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഐ റൈസ് ടു 4k പ്ലസ് 3. ഐ റൈസ് ടു 4k പ്ലസ് 3യുടെ ആൻസർ എന്താണ്ടാ? -i അല്ലേ. 1/-i. അപ്പോൾ കറക്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ താഴെ ഐ അല്ലേ. അപ്പോൾ മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐ കൊണ്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാ മുകളിലും താഴെയും കൂടെ അങ്ങ് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിൽ 1 × i എന്താവും? i എന്നാവും.
താഴെ മൈനസ് അങ്ങനെ തന്നെ ഉണ്ട്. ഐ ഇൻറ്റു ഐ എന്താ കൂടാ ഐ സ്ക്വയർ. ഐ ഇൻറ്റു ഐ എന്താണ് ഐ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആൻസർ ഐ ബൈ മൈനസ് അതുപോലെ തന്നെ ഉണ്ട്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ് -1 അല്ലേ. അപ്പോൾ ഈ മൈനസും മൈനസും ചേർന്ന് ഇവിടെ എന്താവും പ്ലസ് ആവും. സോ ഐ ബൈ 1 എന്ന് വരും. ഐ ബൈ 1 എന്ന് പറയുന്ന ആൻസർ എന്താണ് ഐ ആണ്. ആൻസർ എന്താണ് ഐ ആണ്. എങ്ങനെ ഈ ഒരു ഐ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിൽ എഴുതും 0 പ്ലസ് ഐ. എന്താണ് 0 പ്ലസ് ഐ. അപ്പോൾ ഇതാണ് ഐ റൈസ് ടു -35ൻ്റെ ആൻസർ. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എപ്പോഴും ഓർമ്മയിൽ വേണ്ട നമുക്ക് അത്യാവശ്യമായിട്ട് എന്താണ് അറിയേണ്ട ഒരു ഇക്വേഷനാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളതിനെ എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. എക്ക് പകരം വരുന്ന ആരാണ് എക്ക് പകരം 1ഉം ബിക്ക് പകരം വരേണ്ട ഐയും ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 1 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എക്ക് വരാനാണ് 1 ബിക്ക് വരാണ്ട ഐ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്ട ഐ സ്ക്വയർ അല്ലേ. എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പോൾ 2 ഇൻറ്റു എക്ക് വരാനാണ് 1 ഇൻറ്റു ബിക്ക് വരാണ്ട ഐ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞ ആൻസർ എന്താണ് 1 പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു ഐ 2i പ്ലസ് ഇവിടെ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്ടാ -1 അല്ലേ. അല്ലെങ്കിൽ ഞാൻ അത് എഴുതാം പ്ലസ് -1. അപ്പോൾ 1 പ്ലസ് 2i പ്ലസ് മൈനസ് കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്താവും അത് മൈനസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും -1 ആവും. +1ഉം -1ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും 2i എന്ന് കിട്ടും. എന്ത് കിട്ടും 2i. ഒരു എന്താണ് പെർഫെക്റ്റ് ആൻസർ വരാനായിട്ട് നമുക്കതിന് എന്ത് ചെയ്യാം ഒരു 0 പ്ലസ് 2i എന്ന് എഴുതാം. അങ്ങനെ എഴുതാം 0 പ്ലസ് 2i എന്ന് നമുക്ക് എഴുതാം 0 പ്ലസ് 2i. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ 1 മൈനസ് ഐ റൈസ് ടു 4. 1 മൈനസ് ഐ ഓൾ റൈസ് ടു 4. നമുക്ക് ഓൾ റൈസ് ടു 4ൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും 1 മൈനസ് ഐ ഓൾ സ്ക്വയർ എന്ന് എഴുതും. എന്താണ് 1 മൈനസ് ഐ ഓൾ സ്ക്വയർ എന്ന് എഴുതും. ഇവിടെ 2 ഇൻറ്റു 2 എന്താവും 4 ആവും. അതായത് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ എന്താണ് എക്സ് റൈസ് ടു 4 ആണ് എന്ന് പറയും പോലെ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 1 മൈനസ് ഐ ഹോൾ സ്ക്വയറിൻ്റെ ആൻസർ അറിയണം. അപ്പോൾ അവിടെയും നമുക്ക് ആരെ അറിയണം ഒരു ഐഡൻറ്റിറ്റി ഏതറിയണം എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ് നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ. അത് സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതല്ലേ കുറച്ചുകൂടെ എളുപ്പം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കാം 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കാം. 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ എന്താണ്ടാ എ സ്ക്വയർ അതായത് 1 സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു ഇടുന്നതിന് പകരം ഡോട്ട് ഇടും കേട്ടോ. ഡോട്ട് ഇടേണ്ട കഴിഞ്ഞാൽ അടുത്ത എന്താണ് ഇൻറ്റു എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഇപ്പോൾ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആരാണ് 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ആരാണ് ഐ പ്ലസ് എന്താണ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ആരാണത് 2iയും ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്ടാ -1 ആണ് അല്ലേ. അപ്പോൾ പ്ലസ് -1. അപ്പോൾ 1 മൈനസ് 2i പ്ലസ് മൈനസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്താവും മൈനസ് ആവും -1. 1 മൈനസ് 1 ആൻസർ എന്താണ് ക്യാൻസലായി പോയിട്ട് ഫൈനൽ ആൻസർ അവിടെ നമുക്ക് -2i എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് ഈ 1 മൈനസ് ഐ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം -2i എന്ന് കൊടുക്കാം -2i ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഇത്രയും ആൻസർ അതായത് ഈ ഒരു ആൻസർ നമുക്ക് ഇതിൻ്റെ ഇത്രയും ആൻസറാണ് ആര് -2i. അതിൻ്റെ പുറമേയുള്ള സ്കോർ ഞാൻ അതുപോലെ ഇട്ടു -2i ഹോൾ സ്ക്വയർ എന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഈ സ്ക്വയർ നമ്മൾ എന്താണ് ആർക്ക് കൊടുക്കണം മൈനസിന് കൊടുക്കണം 2ന് കൊടുക്കണം ഐക്ക് കൊടുക്കണം. അപ്പോൾ മൈനസിൻ്റെ സ്കോർ എന്താണ് പ്ലസ് ആണ് 2ൻ്റെ സ്കോർ എന്താണ് 4 ആണ് ഐയുടെ സ്കോർ എന്താണ് ഐ സ്ക്വയർ ആണ്. അപ്പോൾ 4 ഇൻറ്റു ഐ സ്ക്വയറിൻ്റെ വാല്യൂ പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 4 ഇൻറ്റു -1 ആൻസർ എന്താണ്ടാ -4 ആണ്. അപ്പോൾ നാലാമത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻസർ എന്താണ്ടാ -4 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ
2 പ്ലസ് ഐ ഓൾ ക്യൂബ്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എ പ്ലസ് ബി ഓൾ ക്യൂബാണ്. എന്താണ് എ പ്ലസ് ബി ഓൾ ക്യൂബിൻ്റെ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇത് കാണാൻ പഠിക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ്, നമ്മൾ പഠിച്ചു വയ്ക്കുക. എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 പ്ലസ് ഐ ഓൾ ക്യൂബാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്ക് പകരം 2ഉം ബിക്ക് പകരം എന്താ? ഐയും ആണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ ഫസ്റ്റ് ടേം ആരാണ്? എ ക്യൂബ് എന്നുള്ളതല്ലേ. അപ്പോൾ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്ക് പകരം ആരാണ്? 2 ആണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു, ഞാൻ ഡോട്ട് ഇടുകയാണ്. ഡോട്ട് ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റു എന്നുള്ള മീനിങ് ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? 2. അപ്പോൾ 3 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ആണ്. ഐ പ്ലസ്, അപ്പോൾ സെക്കൻഡ് ടേമും കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ടൈമിലോട്ട് പോവാം. 3ab സ്ക്വയർ അല്ലേ. അപ്പോൾ 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആരാണ്? 2 ഇൻറ്റു ബി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ ഐ അല്ലേടാ. അപ്പോൾ ഐയുടെ സ്ക്വയർ പ്ലസ്, അപ്പോൾ ലാസ്റ്റ് ടൈം ആരാണ്? ബി ക്യൂബ്. ബി ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐയുടെ ക്യൂബ്. നമുക്ക് ഇനി ചെയ്ത് നോക്കാം. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. ആൻസർ എന്താണ്ടാ? 8. അപ്പോൾ 8 പ്ലസ് 3 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇൻറ്റു ഐ പ്ലസ് ഇവിടെയും 3 ഇൻറ്റു 2 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ എന്താണ്ടാ? -1 എന്നുള്ള ആൻസറാണ്. പ്ലസ് ഐ ക്യൂബ്. ഐ ക്യൂബ് നമ്മൾ നേരത്തെ ഓൾറെഡി എഴുതിയിരുന്നു. എന്താണ് ഐ ക്യൂബ് എന്ന് പറയുന്നത്? എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്നാണ് അല്ലേ. അപ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഇൻറ്റു ഐ. -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ടാ? -i. എന്താണ്ടാ? -i. സോ ആൻസർ -i എന്ന് കിട്ടും. അപ്പോൾ 8 പ്ലസ് 3 ഇൻറ്റു 4 എന്താണ്ടാ? 12i. ഇവിടെ 3 ഇൻറ്റു 2 ഇൻറ്റു -1. 3 ഇൻറ്റു 2 6. 6 ഇൻറ്റു -1 എന്താണ്ട് ആൻസർ? -6. അടുത്തത് ഇവിടെ പ്ലസ് മൈനസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്താവും? -i എന്നാവും. ഇവിടെ ഇനി വളരെ എളുപ്പമാണ്. നമ്പേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. 8 - 6. 8 - 6 എത്രയാണ്ടാ? 2. അടുത്തത് പ്ലസ് ആണോ മൈനസ് ആണോ പിന്നീട് എഴുതാം. ഇവിടെ നോക്കുക. 12i - i. 12iയിൽ നിന്ന് ഐ കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? പ്ലസ് എന്താണ്? 11i. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് കിട്ടിയത്? 2 + 11i. നമ്മളിവിടെ പ്രത്യേകമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. എ പ്ലസ് ബി ഓൾ ക്യൂബിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു പ്രോബ്ലം ചെയ്തതോടുകൂടി തീരുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എന്താണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.